അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നബി ചരിത്രത്തിലെ 6-ാം അധ്യായമായ അൽ അമീൻ ആണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മക്കക്കാരുടെ, തൻ്റെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്ന മുഹമ്മദിനെ സ്നേഹാദരവോടുകൂടി അൽ അമീൻ, വിശ്വസ്തൻ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. സത്യം മാത്രം പറയുന്ന, ആരോടും കലഹിക്കാത്ത, തമാശക്ക് പോലും കളവ് പറയാത്ത, എല്ലാവരാലും ഇഷ്ടക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ സ്നേഹത്തോടെ ആ പേര് വിളിച്ചു. തൻ്റെ അടുത്ത അനുയായികളും ഒപ്പം ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ഈ വിശിഷ്ട ഗുണത്തെ പ്രകീർത്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, യുദ്ധം തുടങ്ങി ഒരുപാട് തിന്മകൾ അടിഞ്ഞുകൂടിയ സമൂഹമായിരുന്നു അറബികളുടേത് എന്ന് നമുക്കറിയാം. പക്ഷേ അവർക്കിടയിൽ വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടാണ് ബാലനായ മുഹമ്മദ് മക്കയിൽ വളർന്നു വന്നു. അസാധാരണമായ ബുദ്ധിശക്തിയും ചിന്താശേഷിയും പക്വതയും നിരീക്ഷണ പാഠവും ഒരു കാര്യത്തിൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവും വ്യക്തി ശ്രേഷ്ഠതയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഉഖാദ്, ദുൽമജാസ് തുടങ്ങിയ ചന്തകളിൽ നടക്കുന്ന കാവ്യാലാപനങ്ങളിലും പ്രഭാഷണങ്ങളിലും അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം പങ്കെടുക്കുകയും അവയെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അനാവശ്യമായ സമയം കളയുന്ന മോശപ്പെട്ട സദസ്സുകളിലൊന്നും അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാവരോടും ബഹുമാനത്തോടും വിനയത്തോടും മാത്രമേ അദ്ദേഹം പെരുമാറുമായിരുന്നുള്ളൂ. സൗമ്യനും ശാന്തനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങളായാലും അല്ലെങ്കിൽ പ്രശ്നപരിഹാര ചർച്ചകളിൽ പോലും നബിയുടെ തീരുമാനങ്ങൾ, മുഹമ്മദിൻ്റെ തീരുമാനങ്ങൾ, നബിയുടെ മധ്യസ്ഥത സർവസമ്മതമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. ബാല്യകാലത്ത് ആടുകളെ മേക്കലായിരുന്നു നബിയുടെ പ്രധാന ജോലി. കൂട്ടുകാരോടൊത്ത് പകലന്തിയോളം ആടുകളെ മേക്കും. എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ആടുകളെ മേക്കുന്ന കാലം കഴിഞ്ഞു പോയതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ അതിലൂടെ സമൂഹത്തെ നയിക്കാനുള്ള പരിശീലനം ലഭിക്കുകയാണ്. ആടുകളുടെ കൂടെ നിന്ന് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനുമുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിൽ എത്തിയപ്പോൾ അവിടെ ആടുകളെ മേച്ചാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഈ അജപാലനത്തിലൂടെ, ഈ ആടുമേക്കലിലൂടെ അല്ലെങ്കിൽ കന്നുകാലികളെ മേക്കലിലൂടെ ജനസേവനത്തിനുള്ള പാഠങ്ങൾ പഠിക്കുകയായിരുന്നു നബിമാർ എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്ന് ഈ പാഠത്തിൽ പറയുന്നത് നബിയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട 4 സംഭവങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാണ് ഫിജാർ യുദ്ധം. നബിയുടെ ബാല്യകാലത്ത് അറേബ്യയിൽ ഗോത്രങ്ങൾ തമ്മിൽ നീണ്ടുനിന്ന യുദ്ധപരമ്പരകൾ നടന്നിരുന്നു. ചതുർവർഷയുദ്ധം, അതായത് 4 പ്രാവശ്യമായി നടന്ന ഫിജാർ യുദ്ധമായിരുന്നു ഇവയിൽ ഏറെ പ്രസിദ്ധമായ ഒന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിന് ഇങ്ങനെയൊരു പേര് വന്നത്? നമുക്കറിയാം, പവിത്രമായ 4 മാസങ്ങളുണ്ട്. യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങൾ, പവിത്ര മാസങ്ങൾ: റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ആ മാസത്തിൽ നടന്ന യുദ്ധമായതിനാലാണ് ഈ യുദ്ധത്തെ അധാർമിക യുദ്ധം എന്ന അർത്ഥമുള്ള ഹർബുൽ ഫിജാർ എന്ന പേര് വന്നത്. വിശുദ്ധ മാസങ്ങളിൽ അറബികൾ യുദ്ധം ചെയ്തിരുന്നില്ല.
ഈ മാസങ്ങളിലായിരുന്നു ഉക്കാദ്, ദുൽമജാസ് പോലുള്ള ഇടങ്ങളിൽ ചന്തകൾ നടന്നിരുന്നത്. അതുപോലെ തന്നെ ആ വ്യാപാരത്തോടൊപ്പം സാഹിത്യ മത്സരങ്ങളും ചർച്ചകളും പ്രഭാഷണങ്ങളുമൊക്കെ നടന്നിരുന്നു. കഅബയിലേക്ക് തീർത്ഥാടനങ്ങളും നടന്നിരുന്നു. അങ്ങനെയുള്ള മാസങ്ങളിലാണ് ഈ യുദ്ധം നടന്നത്. ഖുറൈശികളും ഹവാസിൻ ഗോത്രവും തമ്മിലായിരുന്നു യുദ്ധം. യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 14 വയസ്സായിരുന്നു. ഈ യുദ്ധത്തിൽ ഖുറൈശികൾക്കൊപ്പം നബിയും അവരോടൊപ്പം ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു. നബിയുടെ ആദ്യത്തെ യുദ്ധാനുഭവമായിരുന്നു ഇത്. അങ്ങനെയുള്ള ഈ പവിത്ര മാസങ്ങളുടെ വിശുദ്ധി കണക്കിലെടുക്കാതെ ബറാദ് ഇബ്നു ഖൈസ് ഹവാസിൻ ഗോത്രക്കാരനായ ഉർവയെ പതിഞ്ഞിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് ഈ യുദ്ധം നടക്കാനുണ്ടായ കാരണം. അതായത് ഹീറയിലെ രാജാവായിരുന്ന നൊമാൻ ഇബ്നു മുൻസിറിന്റെ കച്ചവട സംഘത്തെ നയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ബറാദ് ഇബ്നു ഖൈസിനെ രാജാവ് തഴഞ്ഞു. ആ നായകത്വം ബറാദ് ഇബ്നു ഖൈസിനെ ഏൽപ്പിച്ചില്ല. പകരം ഹവാസിൻ ഗോത്രക്കാരനായ ഉർവയെ രാജാവ് നായകത്വം ഏൽപ്പിച്ചു. ഇത് ബറാദ് ഇബ്നു ഖൈസിന് ദേഷ്യമുണ്ടാക്കാൻ കാരണമായി. ഇതിന് ദേഷ്യം തീർക്കാൻ ബറാദ് കച്ചവട സംഘത്തെ പിന്തുടർന്ന് ഉർവയെ വധിച്ചു. ആ കച്ചവട ചരക്കുകളുമായിട്ട് ബറാദ് കടന്നു കളയുകയും ചെയ്തു. ഇതാണ് യുദ്ധത്തിന് കാരണമായത്. അങ്ങനെ ബറാദിന്റെ പ്രേരണയാൽ ഹവാസിൻ ഗോത്രക്കാർ ഖുറൈശികൾക്കെതിരെ തിരിഞ്ഞു. ഇരു വിഭാഗവും ഏറ്റുമുട്ടലിനൊടുവിൽ അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ഭീഷണിയോടെ ഹവാസിൻ ഗോത്രം പിന്തിരിഞ്ഞുപോയി. അങ്ങനെ അടുത്ത വർഷവും ആ സമയത്ത് അത് സംഭവിച്ചു. അങ്ങനെ തുടർച്ചയായ 4 വർഷവും ഇരു വിഭാഗവും തമ്മിൽ യുദ്ധം നടന്നു. അതായത് ഇരു വിഭാഗത്തിനുമിടയിലെ യുദ്ധം വർഷത്തിലൊരിക്കൽ എന്ന കണക്കിൽ 4 വർഷം അത് നീണ്ടു നിന്നു. തുടർച്ചയായ യുദ്ധമായിരുന്നില്ല. 4 വർഷവും ആ യുദ്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചതുർവർഷ യുദ്ധം എന്ന പേര് അതിന് വന്നത്. തൻ്റെ പിതൃവ്യന്മാരെ സഹായിക്കുകയാണ് നബി ഈ യുദ്ധത്തിലൂടെ ചെയ്തത്. എങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുത്തതിൽ, അങ്ങനെ ചെയ്യാൻ ഇടയായതിൽ നബി പിന്നീട് ഖേദം പ്രകടിപ്പിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഹാഷിമിൻ്റെയും അബ്ദുൽ മുത്തലിബിൻ്റെയും ഒക്കെ കാലശേഷം മക്കയിലും ഗോത്രങ്ങൾ തമ്മിലും അവരുടെ അധികാരമോഹവും ഒക്കെ കാരണമായി ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. അനേകം കുടുംബങ്ങൾ തകർന്നു. രാപ്പകൽ ജനങ്ങൾക്ക് യാതൊരു സമാധാനവും ഇല്ലാതെയായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മക്കയിലൊരു സംഭവം നടക്കുന്നത്. ആ സംഭവം ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ സുബൈദ് ഗോത്രക്കാരനായ ഒരാൾ മക്കയിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നു. ആസ് ഇബ്നു വായിൽ എന്നൊരാൾ ആ സാധനങ്ങൾ വാങ്ങി, പക്ഷെ പണം കൊടുത്തില്ല. അയാൾക്ക് ഈ ആസിനെ നേരിടാനുള്ള ശക്തിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സുബൈദ് ഗോത്രക്കാരൻ പലരോടും സങ്കടം പറഞ്ഞെങ്കിലും അതാരും പരിഗണിക്കുകയും ചെയ്തില്ല. ഒടുവിൽ അയാൾ അബൂ ഖുബൈസ് കുന്നിൻ മുകളിൽ കയറി തൻ്റെ ഈ ഒരു വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പാട്ടുപാടി. ഇത് കേൾക്കാനിടയായ സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ് സുബൈദുകാരനെ സഹായിച്ചു. ആസ് ഇബ്നു വായിലിൽ നിന്ന് സാധനങ്ങളുടെ വില അദ്ദേഹം വാങ്ങിക്കൊടുത്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ മക്കയിൽ മർദിതരെ സഹായിക്കുന്നതിനുള്ള
ഒരു സഖ്യത്തിന് തുടക്കം കുറിക്കാൻ ഈ ഒരു സംഭവം കാരണമായി. അങ്ങനെ ആ ഒരു സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി, ആ ടീം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അബ്ദുല്ലാഹിബിനു ജുദ്ആൻ എന്ന ഒരു വയോധികന്റെ വീട്ടിൽ പ്രമുഖരുടെ ഒരു യോഗം നടന്നു. ആ ഒരു യോഗത്തിൽ വെച്ച് മക്കയിൽ വെച്ച് ഇനി ആര് മർദ്ദിക്കപ്പെട്ടാലും അവരെ സഹായിക്കാൻ ഈ സഖ്യമുണ്ടാവും, ഈ ടീം ഉണ്ടാവുമെന്ന് അവർ തീരുമാനിച്ചു. ഹലഫുൽ ഫുദൂൽ, മാന്യന്മാരുടെ സഖ്യം എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിൽ പങ്കാളിയായിരുന്നു. ഹലഫുൽ ഫുദൂലിലെ തൻ്റെ പങ്കാളിത്തത്തെ വളരെ അഭിമാനപൂർവ്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ പങ്കാളിയായതിനെ കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ ഞാൻ പങ്കെടുത്ത ആ സഖ്യത്തെ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നു. ഇനിയും ക്ഷണിക്കപ്പെട്ടാൽ അത്തരം സംരംഭങ്ങളിൽ ഞാൻ പങ്കാളിയാവും. ഇവിടെ ഈ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല മേത്തരം ഒട്ടകങ്ങളെയാണ്, നല്ല വിലപിടിപ്പുള്ള, നല്ല ഡിമാൻഡുള്ള ഒട്ടകങ്ങളെയാണ്. ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ നിലനിന്നിരുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ജനങ്ങൾക്ക് നന്മയും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സഖ്യങ്ങളിലും സദസ്സുകളിലും പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെറുപ്രായത്തിൽ തന്നെ ഇടയവൃത്തിയിൽ, കന്നുകാലികളെ മേക്കലിൽ, ആടുമേക്കലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പെട്ടിരുന്നു. സ്വകുടുംബത്തിൻ്റെയും മക്കക്കാരായ മറ്റു ചിലരുടെയും ഒക്കെ കന്നുകാലികളെ മുഹമ്മദ് നബി മേക്കാറുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരപുത്രന് ഈ ആടുമേക്കലേക്കാൾ മെച്ചമായ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു ജോലി ഉണ്ടാവണമെന്ന് അബൂ ത്വാലിബ് ആഗ്രഹിച്ചു. ആ ഇടയ്ക്കാണ് ഖുവൈലിദിൻ്റെ മകൾ ഖദീജ ഖുറൈശി ഗോത്രത്തിലെ ആളുകളെ തൻ്റെ കച്ചവടത്തിന് അയക്കാൻ ഉദ്ദേശിക്കുന്നതായി ഒരു വിവരം, ഒരു പരസ്യം ലഭിക്കുന്നത്. നമുക്കറിയാം, വലിയ സമ്പന്നയായിരുന്നു ഖദീജ. തനിക്കു വേണ്ടി വ്യാപാരം നടത്തുന്നവർക്ക് വലിയ പ്രതിഫലവും അവർ നൽകിയിരുന്നു. വലിയ സമ്പന്നയായതുകൊണ്ട് ഖുറൈശികളിലെ പല പ്രമുഖന്മാരും അവരോട് വിവാഹ അഭ്യർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. അവരുടെയൊക്കെ ഉദ്ദേശം ഖദീജയുടെ സമ്പത്തായിരുന്നു. അത് മനസ്സിലാക്കിയ ഖദീജ അതിനൊന്നും തയ്യാറായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ യൗവനകാലത്ത് കച്ചവട രംഗത്തേക്ക് തിരിഞ്ഞു. അബൂ ത്വാലിബ് വഴി ഖദീജയുടെ കച്ചവട ചരക്കുമായി നബി സിറിയയിലേക്ക് പോയി. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തു. ഒരുപാട് കച്ചവടങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യസന്ധതയും സ്വഭാവ ശുദ്ധിയും ഖദീജ റളിയല്ലാഹു അൻഹയെ വല്ലാതെ ആകർഷിച്ചു. വലിയ ലാഭമായിരുന്നു ആ കച്ചവടങ്ങളിൽ നിന്ന് ഖദീജക്ക് ലഭിച്ചത്. കാരണം ആ കച്ചവടത്തിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായിരുന്നു. അതിൽ ഒരുവിധ തിരിമറികളും അദ്ദേഹം നടത്തിയില്ല. സ്വന്തം കീശയിലേക്ക് ഒരു പൈസ പോലും പോയില്ല. കാരണം അത്രയ്ക്കും വിശ്വസ്തനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുടെ ആ സത്യസന്ധതയിൽ ആകൃഷ്ടയായ ഖദീജ റളിയല്ലാഹു അൻഹ പല പ്രമുഖരുടെയും വിവാഹാലോചനകളെ തള്ളിയ ഖദീജ റളിയല്ലാഹു അൻഹ ബന്ധുക്കൾ മുഖേന നബിയോട് വിവാഹാലോചന നടത്തി. നബി സമ്മതിച്ചു. അങ്ങനെ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ നേതൃത്വത്തിൽ ആ വിവാഹം നടന്നു. 20 ഒട്ടകങ്ങൾ മഹർ നൽകിക്കൊണ്ടാണ് മുഹമ്മദ് ഖദീജ വിവാഹം ചെയ്തത്. വിവാഹ സമയത്ത്
നബിക്ക് 25 ഖദീജക്ക് 40 പ്രായം. വലിയ സന്തോഷപരമായിരുന്നു അവരുടെ ജീവിതം. അതോടെ ഇരുവരുടെയും ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന്, മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും അധ്യായത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. ഇവർക്ക് 6 സന്താനങ്ങൾ പിറന്നു. ഖാസിം, അബ്ദുല്ല എന്നീ 2 ആൺകുട്ടികളും റുഖിയ, ഉമ്മു കുൽസു, സൈനബ്, ഫാത്തിമ എന്നീ 4 പെൺകുട്ടികളും. വലിയ വേദനയും ദുഃഖവും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് പുത്രരായ ഖാസിമും അബ്ദുല്ലയും ചെറുപ്പത്തിൽ തന്നെ അവരെ വിട്ടുപിരിഞ്ഞു. ഇനി മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളപ്പൊക്കത്തിൽ കേടുവന്ന കഅബയുടെ പുനർനിർമ്മാണമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിൽ ഖുറൈശികൾ വെള്ളപ്പൊക്കത്തിൽ കേടുവന്ന കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിച്ചു. വെറും 4 ചുമരിൽ പരിമിതമായിരുന്നു കഅബയുടെ കെട്ടിടം. മേൽപ്പുരയുണ്ടായിരുന്നില്ല. കല്ലും മണ്ണും ഉപയോഗിച്ച് പണിത ഒരു ചെറിയ കെട്ടിടം. ചുമരുകൾക്ക് ഒരാളുടെ ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ഒരു താഴ്ന്ന പ്രദേശത്തായിരുന്നു അതുണ്ടായിരുന്നത്. കഅബ നിലനിന്നിരുന്നത്. മഴക്കാലത്ത് നഗരത്തിലെ വെള്ളം അവിടേക്ക് ഒഴുകിയെത്തും. അങ്ങനെ കഅബയുടെ സ്ഥാനത്തേക്ക് വെള്ളം എത്തുകയും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കെട്ടിടം പൊളിച്ചു മാറ്റി മറ്റു നിർമ്മിക്കാൻ തീരുമാനമായി. എല്ലാ ഖുറൈശികളും ഒത്തൊരുമിച്ച് പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഈ മഹൽ കൃത്യത്തിൻ്റെ പുണ്യം ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ ഗോത്രവും കെട്ടിടത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൽ പങ്കാളിയായി. അങ്ങനെ ഇരിക്കെയാണ് കഅബയുടെ ഭിത്തിയിൽ നിലനിന്നിരുന്ന കറുത്ത കല്ല്, ഹജറുൽ അസ്വദ്, അത് സ്ഥാപിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ ആർക്കാണ് അവകാശം, ആർക്കാണ് യോഗ്യത? അത് നിർവഹിക്കേണ്ടത് തങ്ങളായിരിക്കണമെന്ന് ഓരോ ഗോത്രക്കാരും ആഗ്രഹിച്ചു. ബഹളം മൂത്ത് യുദ്ധം സംഭവിക്കുന്ന ഘട്ടം വരെ എത്തി. അബ്ദുദ്ദാർ, അദിയ് എന്നീ വംശങ്ങൾ യുദ്ധത്തിന് വരെ തയ്യാറായി. അങ്ങനെ ഇരിക്കെയാണ് ആ തർക്കം പരിഹരിക്കാൻ അബൂ ഉമയ്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് ഇങ്ങനെയായിരുന്നു: സഫാ ഭാഗത്തുകൂടെ ആദ്യം വരുന്ന ആളുടെ മധ്യസ്ഥം സ്വീകരിക്കാമെന്നതായിരുന്നു. അതെല്ലാവരും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ആ സഫാ ഭാഗത്തുകൂടെ വന്നത് അൽ അമീൻ, വിശ്വസ്തനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. കാരണം അൽ അമീനാണ്. ന്യായമായ മധ്യസ്ഥമേ അദ്ദേഹം പറയൂ. പ്രശ്നം മനസ്സിലാക്കിയ നബി ഒരു തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഓരോ ഗോത്രക്കാരോടും പറഞ്ഞു, നിങ്ങളിൽ ഈ ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ നിങ്ങൾ ഒരു ലീഡറെ തിരഞ്ഞെടുക്കണമെന്ന്. അങ്ങനെ ഹജറുൽ അസ്വദ് തുണിയിൽ വെച്ച ശേഷം ഓരോ വംശത്തിൻ്റെയും നേതാക്കന്മാർ തുണിയുടെ ഓരോ ഭാഗം പിടിക്കാൻ നബി ആവശ്യപ്പെട്ടു. അതുപോലെ അവർ ചെയ്തു. അങ്ങനെ ആ ഓരോ ഭാഗവും പിടിച്ച് ആ ഹജറുൽ അസ്വദ് ഉയർത്തി. നബിയുടെ ചരിത്രത്തിലെ പ്രസിദ്ധമായ 4 സംഭവങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് അറേബ്യയിൽ നടന്ന ഒരു യുദ്ധം ഹർബുൽ ഫിജാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? എന്തായിരുന്നു കാരണം അങ്ങനെ അറിയപ്പെടാൻ?
യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസത്തിലാണ് അത് നടന്നത് എന്നതുകൊണ്ട് യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസങ്ങൾ എത്ര? 4 ഏതൊക്കെയാണവ? മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, റജബ്. അടുത്തത് ഹർബുൽ ഫിജാറിൽ പങ്കെടുത്തതിനെ കുറിച്ച് പിന്നീട് പ്രവാചകൻ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? അങ്ങനെ ചെയ്യാൻ ഇടയായിരുന്നില്ലെങ്കിൽ എന്ന് പിൽക്കാലത്ത് പ്രവാചകൻ അഭിപ്രായപ്പെട്ടു. അടുത്തത് നബിയുടെ ചെറുപ്പകാലത്ത് ഹിറയിലെ രാജാവിൻ്റെ പേര് എന്തായിരുന്നു? ആൻസർ നുഅ്മാൻ ഇബ്നു മുൻസിർ. നമ്പർ 5, സുബൈദ ഗോത്രക്കാരനിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വില നിരസിച്ചത് ആര്? ആസ് ഇബ്നു വായിൽ. 6, ആസ് ഇബ്നു വായിൽ നിന്ന് സുബൈദ് ഗോത്രക്കാരൻ്റെ അവകാശം വാങ്ങിക്കൊടുത്തത് ആര്? ആൻസർ സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്. മക്കയിലെ മർദ്ദിതരെ സഹായിക്കുന്ന സഖ്യത്തിലേക്ക് നയിച്ച പ്രമുഖരുടെ യോഗം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആൻസർ മക്കയിലെ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ വെച്ച്. ഹലഫുൽ ഫുദൂലിൽ പങ്കെടുത്തതിനെ കുറിച്ച് പ്രവാചകൻ പിന്നീട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഞാൻ പങ്കെടുത്ത ആ സഖ്യത്തെ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നു. ക്ഷണിക്കപ്പെട്ടാൽ ഇത്തരം സംരംഭങ്ങളിൽ ഞാൻ പങ്കാളിയാകും. കഅബ പുതുക്കി പണിത ശേഷം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചതാര്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസൈൻമെന്റ്: കുറിപ്പ് എഴുതുക. 1. ബാലനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട വിശേഷ ഗുണങ്ങൾ. 2. ഹലഫുൽ ഫുദൂൽ. ഉത്തരം എഴുതുക. 1. ഹർബുൽ ഫിജാറിലേക്ക് നയിച്ച സംഭവം എന്തായിരുന്നു? 2. ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട തർക്കം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹരിച്ചതെങ്ങനെ? ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കുമാറാവട്ടെ. കൂടുതൽ അറിവ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹു മസിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.